നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി മണ്ഡലം LDF സ്ഥാനാർത്ഥി മുഹമ്മദ് മോഹസിൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരന്ന പ്രകടനത്തോടെയായിരുന്നു പത്രിക നൽകാൻ എത്തിയത്. പട്ടാമ്പി നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി മുഹമ്മദ് മോഹസിൻ പത്രിക സമർപ്പിച്ചു. മേലെ പട്ടാമ്പിയിൽ നിന്നും പ്രകടനമായാണ് മുഹമ്മദ് മോഹസിൻ MLA പത്രിക സമർപ്പിക്കുവാൻ എത്തിയത്. നൂറുകണക്കിന് പ്രവർത്തകർ പ്രകടനത്തിൽ അണിനിരന്നു. Muhammad Mohsin Zindabad. Muhammad Mohsin Zindabad. İnkılap Zindabad. İnkılap Zindabad. LDF Zindabad. LDF Zindabad. LDF സ്ഥാനാർത്ഥി. LDF സ്ഥാനാർത്ഥി. LDF സ്ഥാനാർത്ഥി. Muhammad Mohsin Zindabad. മുഹമ്മദ് മോഹസിൻ MLAക്ക് കെട്ടിവെക്കുവാനുള്ള തുക നൽകിയത് പട്ടാമ്പി ഏരിയയിലെ ദേശീയ തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ അംഗങ്ങളാണ്. പട്ടാമ്പി കാർഷിക വികസന മേഖലയിൽ നടന്ന ചടങ്ങിലായിരുന്നു തുക കൈമാറിയത്. തുടർന്നായിരുന്നു പ്രകടനത്തോടു കൂടിയുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് പ്രവർത്തകർക്കൊപ്പം മുഹമ്മദ് മോഹസിൻ MLA നീങ്ങിയത്. പട്ടാമ്പി ഭൂരേഖ തഹസിൽദാർക്കാണ് മുഹമ്മദ് മോഹസിൻ MLA പത്രിക നൽകിയത്. മുഹമ്മദ് മോഹസിൻ എന്ന ഞാൻ കേരള നിയമസഭയിലെ അംഗത്വം വഹിക്കുന്നതിന് ഒരു സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരിക്കുന്നതിനാൽ നിയമമനുസരിച്ച് സ്ഥാപിതമായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയോട് ഞാൻ യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും ഞാൻ നിലനിർത്തുമെന്നും ഭയഭക്തി പുരസ്സരം ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. CPI നേതാവ് പരമേശ്വരനും ഡമ്മി സ്ഥാനാർത്ഥിയായി പത്രിക നൽകിയിട്ടുണ്ട്. പട്ടാമ്പി മണ്ഡലത്തിൽ വലിയ വിജയപ്രതീക്ഷയാണ് ഉള്ളതെന്നും മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസനം തന്നെയാണ് ആത്മവിശ്വാസമെന്നും മുഹമ്മദ് മോഹസിൻ MLA പ്രതികരിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നോമിനേഷൻ സമർപ്പിച്ചു. വളരെ കുറഞ്ഞ ദിവസമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമുക്ക് നൽകിയിട്ടുള്ളത്. പ്രചരണത്തിനൊക്കെ ഇനി വളരെ വളരെ കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ. എങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയിലാണ്. ജനങ്ങളുടെ ഇടയിൽ കഴിഞ്ഞ 10 വർഷക്കാലം വ്യക്തിപരമായിട്ട് ഞാൻ ഉണ്ടായിട്ടുണ്ട്. വികസനമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റും അതുപോലെ തന്നെ നമ്മുടെ മണ്ഡലത്തിലും നടപ്പിലാക്കിയ വികസനങ്ങൾ പരമാവധി എല്ലാ മേഖലയിലേക്കും വികസനം എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ വികസനത്തിന്റെ ഒരു മാപ്പ് അടക്കം നമ്മളിപ്പോൾ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞു. ആ വികസനം തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. പട്ടാമ്പിയിൽ നമുക്ക് ടൗൺ നവീകരണം നടക്കുന്നുള്ളൂ എങ്കിലും ടൗണിൽ എല്ലാ വർഷവും പെരുന്നാളാവുമ്പോൾ നമ്മൾ സാധാരണ കേൾക്കാറുള്ളത് വലിയ ബ്ലോക്കാണ്, തിരക്കാണ്, വാഹനങ്ങളുടെ ഗതാഗതക്കുരുക്ക്. എന്നാൽ ഇപ്രാവശ്യം അങ്ങനെ ഈ പെരുന്നാളുമായി ബന്ധപ്പെട്ട് ഒരു ഗതാഗതക്കുരുക്കും നമ്മൾ വാർത്തയാകുന്നത് കേട്ടില്ല. ഇതാണ് മാറ്റം. ഓരോ മേഖലയിലും അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വളരെ ശാസ്ത്രീയമായി പദ്ധതികൾ ആവിഷ്കരിച്ച് എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അത് തരണം ചെയ്ത് പൂർത്തീകരിക്കുന്ന ഒരു പ്രവണതയാണ് പട്ടാമ്പി നടത്തിയിട്ടുള്ളത്. CPI ജില്ലാ സെക്രട്ടറി സുമലത മോഹൻദാസ്, CPM പട്ടാമ്പി ഏരിയ സെക്രട്ടറി T ഗോപാലകൃഷ്ണൻ, OK സേതുരവി, NP വിനയകുമാർ, MN കരുണാകരൻ, അബ്ദുറഹ്മാൻ, മറ്റു ഘടകകക്ഷി നേതാക്കൾ ഉൾപ്പെടെയുള്ളവരും മുഹമ്മദ് മോഹസിനൊപ്പം പത്രിക നൽകാനുണ്ടായിരുന്നു. പട്ടാമ്പി മണ്ഡലത്തിൽ വികസന ഭൂപടം പുറത്തിറക്കി LDF സ്ഥാനാർത്ഥി മുഹമ്മദ് മോഹസിൻ. കഴിഞ്ഞ 10 വർഷക്കാലം മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളാണ് ജനങ്ങൾക്ക് നേരിൽ കണ്ട് മനസ്സിലാക്കാനായി വികസന ഭൂപടമായി ഒരുക്കിയിട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷമായി പട്ടാമ്പി നിയോജകമണ്ഡലത്തിൽ നടപ്പിലാക്കിയ 1500 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾ ജനങ്ങൾക്ക് നേരിൽ കണ്ട് മനസ്സിലാക്കുവാൻ കഴിയുന്ന രൂപത്തിലാണ് ഡിജിറ്റൽ വികസന ഭൂപടം തയ്യാറാക്കിയിരിക്കുന്നത്. മണ്ഡലത്തിലെ ഓരോ പഞ്ചായത്തുകളും നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ ഭൂപടമാണ്
ഒരുക്കിയത്. മുഹമ്മദ് മോഹസിൻ MLA വികസന ഭൂപടത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. രാജ്യത്ത് തന്നെ ആദ്യമായാണ് ഒരു മണ്ഡലത്തിൽ മുഴുവൻ വികസന പ്രവർത്തനങ്ങളും ജിയോസ്പേഷ്യൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി മാപ്പിൽ രേഖപ്പെടുത്തി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതെന്ന് മുഹമ്മദ് മോഹസിൻ അവകാശപ്പെട്ടു. ഭരണ പ്രതിപക്ഷ ഭേദമന്യേ മണ്ഡലത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും വികസനം എത്തിച്ചതിന്റെ ശാസ്ത്രീയവും സുതാര്യവുമായ രേഖയാണ് ഈ വികസന ഭൂപടമെന്നും MLA കൂട്ടിച്ചേർത്തു. 80% നമ്മളിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. 100% ആക്കാൻ സമയത്തിന്റെ പരിമിതി മൂലം നമുക്ക് കഴിഞ്ഞിട്ടില്ല. 100% ബാക്കിയുള്ള പദ്ധതികൾ കൂടി ഇനി കയറി വരാനുണ്ട്. എന്നിരുന്നാലും ഈ വികസന മാപ്പ് ഒരു ജിയോസ്പേഷ്യൽ മാപ്പിംഗ് ആണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ മണ്ഡലത്തിലെ വിവിധ മേഖലകളിലുള്ള എക്സ്പേർട്സിനെയൊക്കെ തന്നെ നമ്മൾ ഓരോ മേഖലയിലും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മുഹമ്മദ് തൗസീഫ് എന്ന് പറയുന്ന GIS എക്സ്പേർട്ട്. എന്റെ ഫ്രണ്ട് കൂടിയാണ്. അദ്ദേഹമാണ് ഇത് പ്രിപ്പയർ ചെയ്ത് തന്നത്. വലിയൊരു എഫേർട്ടാണ് എടുത്തിട്ടുള്ളത്. സന്നദ്ധ പ്രവർത്തനമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരു പ്രൊഫഷണൽ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ആഫ്രിക്കയിലും അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വിവിധ പ്രോജക്റ്റുകളിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഒപ്പം നമ്മുടെ ഇന്ത്യയിലും വിവിധ പ്രോജക്റ്റുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിന്റെ ഇടയിൽ സമയം കണ്ടെത്തിയാണ് ഈ വികസന മാപ്പ് തയ്യാറാക്കിയിട്ടുള്ളത്. ഒറ്റ കാര്യമുള്ളൂ, വികസനം പട്ടാമ്പി മണ്ഡലത്തിൽ നടത്തിയിട്ടുണ്ട്. ആ വികസനം എന്ന് പറയുന്നതാണ് നമ്മുടെ കോൺഫിഡൻസ്. വികസനമാണ് നമ്മുടെ കോൺഫിഡൻസ്, മറ്റൊന്നുമല്ല. അപ്പൊ വികസനം ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. വികസന മാപ്പ് ഇവിടെ നിങ്ങൾക്ക് ഓരോ വോട്ടർമാർക്കും തങ്ങളുടെ പ്രദേശത്തെ വികസന പദ്ധതികൾ നേരിട്ട് പരിശോധിച്ച് ഉറപ്പുവരുത്തുവാൻ കഴിയുന്ന രീതിയിലാണ് ഭൂപടം തയ്യാറാക്കിയിട്ടുള്ളത്. സമയപരിധിയും കാരണം മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ 80% മാത്രമാണ് നിലവിൽ ഈ ഭൂപടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പൂർണ്ണമായ വിവരങ്ങൾ വൈകാതെ തന്നെ ഇതിൽ കൂട്ടിച്ചേർക്കുമെന്നും പ്രകാശന ചടങ്ങിൽ മുഹമ്മദ് മോഹസിൻ സൂചിപ്പിച്ചു. പട്ടാമ്പി മണ്ഡലത്തിൽ തന്നെ GIS വിദഗ്ധനായ മുഹമ്മദ് തൗസീഫാണ് പൂർണ്ണമായും സേവന മനോഭാവത്തോടുകൂടി ഈ വികസന ഭൂപടം തയ്യാറാക്കിയിരിക്കുന്നത്. പ്രകാശന ചടങ്ങിൽ CPI ജില്ലാ സെക്രട്ടറി സുമലത മോഹൻദാസ്, CPM ഏരിയ സെക്രട്ടറി T ഗോപാലകൃഷ്ണൻ, MN കരുണാകരൻ ഉൾപ്പെടെയുള്ളവരും പങ്കെടുത്തു. തൃത്താല മണ്ഡലം UDF സ്ഥാനാർത്ഥി VT ബൽറാം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ശനിയാഴ്ച രാവിലെ 11 മണിയോടെയാണ് തൃത്താല മണ്ഡലം UDF സ്ഥാനാർത്ഥി VT ബൽറാം നാമനിർദ്ദേശ പത്രിക നൽകാനായി പട്ടാമ്പി താലൂക്ക് ഓഫീസിലെത്തിയത്. UDF നേതാക്കൾക്കൊപ്പം എത്തിയായിരുന്നു പത്രിക നൽകിയത്. പട്ടാമ്പി തഹസിൽദാറും തൃത്താല മണ്ഡലം അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറുമായ T സുജിത്തിനാണ് പത്രിക നൽകിയത്. തൃത്താലയിൽ വികസനത്തിന്റെ പൂക്കാലം തിരിച്ചു കൊണ്ടുവരാൻ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് പത്രിക സമർപ്പണത്തിന് ശേഷം VT ബൽറാം അഭ്യർത്ഥിച്ചു. സംസ്ഥാനത്ത് UDFന് വലിയ വിജയം നേടാനാകുമെന്നും തൃത്താല തിരിച്ചുപിടിക്കുമെന്നും VT ബൽറാം പറഞ്ഞു. KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി PEA സലാം, UDF നിയോജക മണ്ഡലം ചെയർമാൻ TK സുനിൽകുമാർ, ജനറൽ കൺവീനർ SMK തങ്ങൾ, DCC വൈസ് പ്രസിഡന്റ് CS ഷൌക്കത്ത് അലി, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി OK ഫാറൂഖ് ഉൾപ്പെടെയുള്ള നേതാക്കളും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. പാലക്കാട് ജില്ലയിൽ അത്തരത്തിലുള്ള ഡീലുകൾ ഉണ്ടാവാനിരിക്കുന്നതല്ല. കഴിഞ്ഞ 5 വർഷം മുമ്പ് തന്നെ തൃത്താല അടക്കമുള്ള സീറ്റുകളിൽ ഉണ്ടായി കഴിഞ്ഞതാണ്. അത് ഇത്തവണ ആവർത്തിക്കാനുള്ള ശ്രമം ഒരുപക്ഷെ അവർ നടത്തുന്നുണ്ടാവും. പക്ഷെ അതിനൊക്കെ മറികടക്കുന്ന തരത്തിലാണ് നാട്ടിലെ ജനങ്ങളുടെ വികാരം. UDFന്റെ ഒരു സുനാമിയാണ് വരാൻ പോകുന്നത്. അതിൽ ഇടതുപക്ഷം തൂത്തെറിയപ്പെടും. പാലക്കാട് ജില്ലയിൽ നിന്നും അതിന്റെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഫലനം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത്തവണ ചരിത്രത്തിൽ ആദ്യമായിട്ട് പാലക്കാട് ജില്ലയിലെ ഭൂരിപക്ഷം സീറ്റുകളിൽ നിന്നുള്ള MLAമാർ UDFകാരായി. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ നിന്ന് കുന്നംകുളം ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിലേക്ക് വടക്കൻ മേഖല കാൽനട തീർത്ഥയാത്ര നടത്തി. ശനിയാഴ്ച രാവിലെ വികാരി ഫാദർ അബ്രഹാം യാക്കോബ് പൂവത്തുമണ്ണിൽ കുർബാനയർപ്പിച്ചു. തുടർന്ന് ആശീർവദിച്ച പാത്രിയാർക്ക പതാക ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവർക്ക് കൈമാറി. പ്രാർത്ഥനയ്ക്ക് ശേഷം 21ാമത് വടക്കൻ മേഖല തീർത്ഥയാത്ര ആരംഭിച്ചു. കുന്നംകുളം ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന അന്ത്യോഖ്യ സിംഹാസന പ്രതിനിധിയായ പരിശുദ്ധ സ്ലേബാമോർ ഒസ്താത്തിയോസ് ബാവയുടെ 96ാം ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ചാണ് പരിശുദ്ധ ബാവയുടെ കബറിങ്കലേക്ക് വടക്കൻ മേഖല കാൽനട തീർത്ഥയാത്ര നടത്തിയത്. ബാവയോടുള്ള അപേക്ഷ പ്രാർത്ഥനകൾ ചൊല്ലി നിരവധി വിശ്വാസികൾ കാൽനടയാത്രയിൽ പങ്കെടുത്തു. കല്ലുംപുറം, കൊരട്ടിക്കര, അക്കിക്കാവ്, അഗതിയൂർ, സെന്റ് ജോർജ് ചാപ്പൽ എന്നിവിടങ്ങളിൽ സ്വീകരിച്ചു. കുന്നംകുളം താഴത്തേപ്പാറ സെന്റ് തോമസ് ചാപ്പലിലെ സംയുക്ത സ്വീകരണത്തിന് ശേഷം തീർത്ഥയാത്ര വൈകിട്ട് 6-ന് ആർത്താറ്റ് കബറിങ്കൽ എത്തിച്ചേരും. കടുത്ത വേനലിൽ ആശ്വാസം പകർന്ന് കാൽനട തീർത്ഥാടകർക്ക് വിശ്വാസികൾ ശീതളപാനീയങ്ങൾ, പഴങ്ങൾ എന്നിവ വിതരണം നടത്തി. തീർത്ഥയാത്രയ്ക്ക് വികാരി ഫാദർ അബ്രഹാം യാക്കോബ് പൂവത്തുമണ്ണിൽ, ട്രസ്റ്റി CU ശലമോൻ,
സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. തൃത്താല നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി MB രാജേഷ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ശനിയാഴ്ച ഉച്ചയോടെയായിരുന്നു പത്രിക നൽകാൻ എത്തിയത്. LDF നേതാക്കൾക്കൊപ്പമാണ് മന്ത്രി കൂടിയായ തൃത്താല മണ്ഡലം LDF സ്ഥാനാർത്ഥി MB രാജേഷ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയത്. ഉച്ചയ്ക്ക് 2 മണിയോടെ തൃത്താല മണ്ഡലം റിട്ടേണിംഗ് ഓഫീസർ കൂടിയായ പട്ടാമ്പി തഹസിൽദാർക്കാണ് പത്രിക നൽകിയത്. LDF നേതാക്കളായ MR മുരളി, TP മുഹമ്മദ്, VK ചന്ദ്രൻ, PN മോഹൻ ഉൾപ്പെടെയുള്ള നേതാക്കളും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. തൃത്താലയിൽ കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച ഭൂരിപക്ഷം ഇത്തവണ ഉണ്ടാകുമെന്ന് പത്രിക സമർപ്പണത്തിന് ശേഷം MB രാജേഷ് പ്രതികരിച്ചു. മണ്ഡലത്തിൽ വലിയ വികസന പ്രവർത്തനമാണ് നടപ്പാക്കിയത്. സർക്കാരിന്റെ വികസന പദ്ധതികളുടെയും ക്ഷേമ പ്രവർത്തനങ്ങളുടെയും ഗുണഫലം ലഭിക്കാത്തവരായി ആരും ഉണ്ടാകില്ലെന്നും MB രാജേഷ് കൂട്ടിച്ചേർത്തു. 22 സ്കൂളുകൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനും 10 വർഷം മുമ്പേ നിർമ്മിച്ച പഴകി ജീർണിച്ച തൃത്താലയിലെ ആശുപത്രി കെട്ടിടം മാറ്റി മനോഹരമായ പുതിയ കെട്ടിടം നിർമ്മിച്ചത്, ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത കാര്യങ്ങൾ തൃത്താലക്കാരുടെ അനുഭവത്തിലുള്ളതാണ്. അപ്പോൾ ഈ 5 വർഷത്തെ അനുഭവങ്ങൾ തൃത്താലയുടെ മുമ്പിലുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വികസന തുടർച്ചയ്ക്കായി കേരളത്തോടൊപ്പം തൃത്താലയിൽ വോട്ട് രേഖപ്പെടുത്തും. വളരെ മികച്ച വിജയം LDFന് കൈവരിക്കാനാണ്. NDA സ്ഥാനാർത്ഥി V ഉണ്ണികൃഷ്ണൻ മാസ്റ്റർക്ക് തൃത്താലയിൽ ഉജ്ജ്വല സ്വീകരണം. പ്രചരണത്തിന്റെ ഭാഗമായി മണ്ഡലത്തിൽ സംഘടിപ്പിച്ച റോഡ് ഷോ പ്രവർത്തകരുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. കൂറ്റനാട് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച റോഡ് ഷോ വാദ്യമേളങ്ങളും നിരവധി പ്രവർത്തകരും അകമ്പടിയായി കൂറ്റനാട് സെന്ററിൽ റോഡ് ഷോ സമാപിച്ചു. BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി പൂക്കാട്രി ബാബു, വൈസ് പ്രസിഡന്റ് VB മുരളീധരൻ, ജില്ലാ സെക്രട്ടറി KV ദിവാകരൻ, മണ്ഡലം പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് KV മനോജ്, ദിനേശൻ എറവക്കാട്, ജനറൽ സെക്രട്ടറിമാരായ K കൃഷ്ണദാസ്, NP രാജൻ, K നാരായണൻകുട്ടി, രതീഷ് തണ്ണീർക്കോട്, യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി KV വരുൺ പ്രസാദ്, BJP ദേശീയ സമിതി അംഗം V രാമൻകുട്ടി, അഡ്വക്കേറ്റ് രാജേഷ് മെങ്ങാലിൽ, BDJS മണ്ഡലം പ്രസിഡന്റ് സേതു ആറങ്ങോട്, ജില്ലാ സെക്രട്ടറി പ്രവീൺ, മുരളി, ലാൽകൃഷ്ണ, KG സനൽ, സന്ദീപ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഈ തൃത്താല നിയോജക മണ്ഡലം ഒരു മാറ്റത്തിന് കാതോർത്ത് നിൽക്കുകയാണ്. 2 മുന്നണികളും മാറി മാറി വിജയിച്ച ഈ മണ്ഡലത്തിന്റെ വികസനത്തിന് യാതൊന്നും ചെയ്യാത്ത 2 മുന്നണികളെയും ജനങ്ങൾ വെറുത്തു കഴിഞ്ഞു. അതുകൊണ്ട് മാറാത്തത് മാറും എന്നുള്ള കേരളത്തിന്റെ മുദ്രാവാക്യം തൃത്താലയും ഏറ്റുപിടിച്ചിരിക്കുകയാണ്. ഇത്തവണ തൃത്താലയും മാറും എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് NDA സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുന്നത്. ചാലിശ്ശേരിയിൽ പാടശേഖരത്തിൽ സൂക്ഷിച്ചിരുന്ന 830 ചാക്ക് നെല്ല് സംഭരണം തുടങ്ങി. നെല്ല് മഴയിൽ നനഞ്ഞു കിടക്കുന്ന കർഷകരുടെ ദുരിതം CCTV റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് നടപടി. ചാലിശ്ശേരി പഞ്ചായത്ത് 14-ാം വാർഡ് തെക്കേക്കര ഹരിത പാടശേഖരത്തിലും പെരുമണ്ണൂർ പാടശേഖരത്തിലും മഴയിൽ നനഞ്ഞുകിടന്നിരുന്ന നെല്ല് ശേഖരണത്തിനാണ് ശനിയാഴ്ച തുടക്കമായത്. ടോക്കൺ ലഭിച്ച് 3 ആഴ്ച കഴിഞ്ഞിട്ടും സംഭരണം വൈകിയതോടെ കർഷകർ കടുത്ത പ്രതിസന്ധിയിലായിരുന്ന സാഹചര്യം മാധ്യമങ്ങളിലൂടെ വാർത്തയായതിനെ തുടർന്നാണ് അധികൃതർ നടപടി സ്വീകരിച്ചത്. 830 നെല്ല് ചാക്ക് ടാർപ്പായി വിരിച്ച് സംരക്ഷിച്ച നിലയിലായിരുന്നുവെങ്കിലും തുടർച്ചയായ മഴ കർഷകരുടെ ആശങ്ക വർദ്ധിപ്പിച്ചിരുന്നു. ഓരോ മഴയ്ക്കും നെല്ല് ഉണക്കാനും സൂക്ഷിക്കാനുമായി ആയിരങ്ങൾ ചെലവഴിക്കേണ്ടി വന്നതും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ രൂക്ഷമാക്കി. ഇതിനിടെ പാടത്ത് കിടന്നിരുന്ന ആകെയുള്ള 830 ചാക്ക് നെല്ലാണ് മില്ലുടമകൾ ശേഖരിച്ചു തുടങ്ങിയത്. പെരുമണ്ണൂരിൽ നിന്ന് 280 ചാക്കും ഹരിത പാടശേഖരത്തിൽ നിന്ന് 500 ചാക്കും 3 ലോറികളിലായി ആദ്യഘട്ടത്തിൽ കൊണ്ടുപോയി. വൈകിയെങ്കിലും നെല്ല് ശേഖരണം ആരംഭിച്ചതോടെ കർഷകർക്ക് ആശ്വാസമായി. 6 മാസം കഠിനാധ്വാനം ചെയ്ത് വിളയിച്ച നെല്ല് നശിക്കുമോ എന്ന ഭയത്തിൽ കഴിയുകയായിരുന്ന കർഷകർക്ക് നടപടി വലിയ ആശ്വാസമാണ്. അതേസമയം വീടുകളിലും പറമ്പുകളിലായും മറ്റും ശേഷിക്കുന്ന നെല്ല് വേഗത്തിൽ സംഭരിക്കണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.